ഭഗവാൻ കൃഷ്ണൻ ഗോവർദ്ധനം പൊക്കിയ കഥ അറിയാമോ? കൃഷ്ണന്റെ ജന്മസ്ഥലമായ വൃന്ദാവനത്തിലെ ജനങ്ങൾ മഴയുടെ ദേവനായ ഇന്ദ്രനെ പൂജിച്ചിരുന്നു. ഇന്ദ്രനെ തൃപ്തിപ്പെടുത്താൻ എല്ലാ വർഷവും ഇവർ പൂജ ചെയ്തു വന്നിരുന്നു. എന്നാൽ നമ്മൾ ഇന്ദ്രനെ അല്ല പൂജിക്കേണ്ടതെന്നും ഗോവർദ്ധന മലയെ പൂജിക്കേണ്ടതെന്നും ഗോവർദ്ധന മലയാണ് നമുക്ക് സമയാസമയം മഴ തരുന്നതും നമുക്ക് ശ്വസിക്കാനുള്ള വായു തരുന്നതും എന്ന് കൃഷ്ണൻ പറഞ്ഞു. ഇതനുസരിച്ച് ഇന്ദ്രനെ പൂജിക്കുന്നതിൽ നിന്ന് നാട്ടുകാർ പിന്മാറുകയും ചെയ്തു. ഇതിൽ കോപാകുലനായ ഇന്ദ്രൻ ഗ്രാമീണരെ ശിക്ഷിക്കാൻ തീരുമാനിക്കുന്നു. ഇന്ദ്രൻ ഇതിനായി പേമാരി സൃഷ്ടിച്ചു. നിർത്താതെ പെയ്യുന്ന മഴയിൽ ജനങ്ങളും ഗോക്കളും വിഷമിച്ചപ്പോഴാണ് കൃഷ്ണൻ ഗോവർദ്ധന പർവ്വതം എടുത്തുയർത്തിയത്. പരന്ന രൂപത്തിലുള്ള പർവ്വതമായിരുന്നു അത്. നാട്ടുകാരെയും ഗോക്കളെയും മുഴുവനായി അതിനടിയിൽ ഉൾക്കൊള്ളാനായി. ഇന്ദ്രന്റെ കോപം 7 ദിവസം നീണ്ടുനിന്നു. ഈ 7 ദിവസവും കൃഷ്ണൻ പർവ്വതം ഉയർത്തി നിൽക്കുകയായിരുന്നു. ഒടുവിൽ കൃഷ്ണന്റെ ദൈവീക ശക്തിക്ക് മുന്നിൽ ഇന്ദ്രൻ കീഴടങ്ങേണ്ടി വന്നു. കൃഷ്ണനെ അംഗീകരിക്കേണ്ടിയും വന്നു. ഗിരിധാരി എന്ന പേരിൽ കൃഷ്ണൻ അറിയപ്പെട്ടു തുടങ്ങിയതും ഈ സംഭവത്തിന് ശേഷമാണ്.